വെൽക്കം ടു സിമൂസ് കിച്ചൻ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെജിറ്റബിൾ ഫ്രൂട്ട് മിക്സ് സാലഡാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സാലഡാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്ന്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സലാഡ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പപ്പായ വേണം. ഇത് ഒരു ചെറിയ പപ്പായയാണ്. പിന്നെ 2 ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ പോമഗ്രാനേറ്റ്, പിന്നെ ഇതൊരു 2 ചെറിയ ചെറുനാരങ്ങയുടെ ജ്യൂസാണ്, കുറച്ച് മല്ലിയില, ഇത് ഒരു മാങ്ങയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, ഇത് ഒരൽപ്പം ചാട്ട് മസാല, ഇത് ഒലിവ് ഓയിലാണ്, പിന്നെ നമുക്ക് കുറച്ച് ക്രഷ് ചില്ലി വേണം, നമ്മുടെ ചുവന്ന മുളക് ചെറുതായിട്ട് തരിതരിപ്പായി പൊടിച്ചത്, പിന്നെ ഒരൽപ്പം ഉപ്പ് വേണം. നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട്. നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. അടുത്ത പീസും എടുത്ത് അതുപോലെ തന്നെ മുറിച്ചിടാം. ഇങ്ങനെ നമ്മൾ പപ്പായൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ തക്കാളി ഒന്ന് മുറിച്ചെടുക്കണം. അതുപോലെ അടുത്ത തക്കാളി നമുക്ക് മുറിക്കാം, ചെറിയ കഷ്ണങ്ങളായി. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ പോമഗ്രാനേറ്റും കൂടി ഇടാം. പിന്നെ നമുക്ക് ഈ മല്ലിയില ചെറുതായി പൊടിയായി അരിഞ്ഞത് അതും കൂടെ ഇട്ടാം. ഇനി വേണ്ടത് ഈ സാലഡിനുള്ള ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ ഇപ്പോൾ 2 ചെറുനാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ 1 സ്പൂൺ ക്രഷ് ചില്ലി, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു
ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ ടീസ്പൂണാണ്. ഞാനിതിലിപ്പോൾ ഒരു 4 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചാറ്റ് മസാലയിൽ കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാവൂ, അധികം ഇടരുത്. ഇനി നമുക്ക് ഈ ഡ്രസ്സിങ് ഈ സാലഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ടോസ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ആ ഡ്രസ്സിനും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് വെജ് മിക്സ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരായിരിക്കും. ബൈ ബൈ.